എങ്ങനെയുണ്ട് നിങ്ങളെ സൈക്കിൾ യാത്ര? ഏറ്റവും നല്ലൊരു എക്സസൈസ് പരിപാടിയാണ് സൈക്ലിംഗ്. നമുക്ക് പല ടൈപ്പ് എക്സസൈസ് ചെയ്യാം, പക്ഷേ ഫുഡ് നല്ലോണമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാണ് ഭയങ്കരമായിട്ടൊരു റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ സൈക്കിൾ എടുക്കാൻ പോയ സമയത്ത് കടക്കാരൻ പറഞ്ഞു, അതായത് മെയിനായിട്ട് സൈക്കിൾ എടുക്കുന്നവർ ഫുഡൊന്നും വല്ലാതെ കൺട്രോൾ ചെയ്യാത്തവരാണ്. എന്നാൽ ഫുഡ് കൺട്രോൾ ചെയ്യാതെ തോന്നുന്നെല്ലാം കഴിക്കുക, എന്നിട്ട് തടി കൂടാതെ ഇങ്ങനെ നിൽക്കുക എന്നുള്ള. അപ്പോൾ അവർക്ക് നല്ലത് സൈക്കിളാണ്. കാരണം ഞാൻ നടക്കാനും ഓടാൻ പോകലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയത് സൈക്ലിംഗ് ആണ്. നന്നായിട്ട് അര അല്ലെങ്കിൽ വയറൊക്കെ സീറോ ആയിട്ട് ഇങ്ങനെ പോവും. പിന്നെ നമ്മൾ സൈക്കിൾ ഏത് വാങ്ങണം എന്ന് വെച്ചാൽ, ഞാൻ ഉപയോഗിക്കുന്നത് കോസ്മിക് ക്യാമോ FS24 എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ, വെറുതെ ഒരു മോഡൽ, അതിലൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ ഇതിൻ്റെ ഫ്രെയിം സ്റ്റീൽ, അലുമിനിയം, അങ്ങനെ 2-3 സംഭവങ്ങളുണ്ട്. അപ്പോൾ കാർബൺ നടക്കില്ല. അപ്പോൾ പ്രിഫറബിളി സ്റ്റീലിനേക്കാൾ അലുമിനിയം നല്ലതാണ്. കാരണം കുറച്ച് വെയിറ്റ് കുറയും. ജസ്റ്റ് നമുക്കിതാ ഇത്രയേ ഉള്ളൂ, അത് നോക്കിക്കോട്ടെ. ജസ്റ്റ് നമുക്ക് 4 വിരലുകൊണ്ട് ഈസിയായിട്ട് പൊക്കാം. അത്രയേ ഉള്ളൂ, തീരെ വെയിറ്റില്ല. അതായത് വെയിറ്റ് പിടിച്ചിട്ടുണ്ടാവില്ല, നമുക്ക് അത്രയും എഫേർട്ട് കുറയും. പിന്നെ ഗിയർ സൈക്കിൾ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. നിങ്ങൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ലോങ് ഒക്കെ പോകണം തോന്നിയാൽ നല്ലതായിരിക്കും. എക്സസൈസ് ചെയ്യാൻ ഗിയർ വേണമെന്നില്ല, നിങ്ങൾക്ക് നോർമൽ സൈക്കിൾ ആണെങ്കിലും നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. പക്ഷേ ഗിയർ ഉണ്ടെങ്കിൽ ഇതൊരു 24 സ്പീഡ് ഇതുള്ളതാണ്. അതായത് ഒരു അത്രയും ഡിഫറെൻറ്റ് കംഫർട്ടിൽ നമുക്ക് ഓടിക്കാം, ഡിഫറെൻറ്റ് സ്പീഡിൽ ഓടിക്കാം. സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ അത്രയും സ്പീഡ് നമുക്ക് കിട്ടും. പിന്നെ ഹൈറ്റ് ഇങ്ങനെ ക്ലൈംബൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ഏത് ക്ലൈംബും ചവിട്ടി കയറ്റാൻ പറ്റും. മാക്സിമം കൂടുതൽ ഗിയറുള്ള സൈക്കിൾ എടുക്കുക. പിന്നെ ഡെയിലി ചെയ്യുക. നിങ്ങൾ ഇന്നോ നാളെ സൈക്ലിംഗ് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക, അതായത് നിങ്ങളുടെ വയർ കുറഞ്ഞിട്ടുണ്ടാകുന്നൊരവസ്ഥ 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ. അതായത് നിങ്ങളിപ്പോൾ ഇന്ന് രാവിലെ ചവിട്ടി ഒരു ഉച്ചയാകുമ്പോഴത്തേന് തന്നെ ഇങ്ങനെ വയറ് കാലിയായിട്ട് കിടക്കൊന്നുമില്ല, ഏകദേശം ആ ഫാറ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. പിന്നെ ഇങ്ങനെ പതുക്കെ അത് പോവുക ചെയ്യാം. അപ്പോൾ ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എൻ്റെ കാര്യത്തിൽ അങ്ങനെ കാണാറുള്ളത്. പൊതുവെ നന്നായിട്ട് കുറയും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, ഇപ്പം ഞാൻ ആദ്യമൊക്കെ സാധാരണ രീതിയിൽ ഇട്ടിരുന്ന കുറേ പാൻറ്റുകളുണ്ട്. ആ പാൻറ്റൊക്കെ ഇപ്പം എനിക്ക് ഇടണമെങ്കിൽ ബെൽറ്റ് കെട്ടണം. ബെൽറ്റ് ഇല്ലാതെ ഇട്ടുകൊണ്ടിരുന്ന പാൻറ്റുകൾ ഇപ്പോൾ ബെൽറ്റ് ഇല്ലാതെ നിൽക്കുന്നില്ല അരയിൽ. അപ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്തൊക്കെ അര കുറയും. മൊത്തത്തിൽ കുറയും. ഫേസും എല്ലാം കുറയും, കൈയും ഒക്കെ കുറയും. അപ്പോൾ നല്ല എഫക്റ്റീവാണ്.